നമ്മുടെ പൂന്തോപ്പള്ളി, ആലപ്പുഴ പൂന്തോപ്പള്ളിയിൽ സെമിത്തേരിയിൽ കയറി റീൽസ് ചിത്രീകരിച്ച 18 വയസ്സുള്ള കുറച്ച് പിള്ളേരുണ്ടല്ലോ, 2-3 പിള്ളേരാ. 18 വയസ്സ് മാത്രം പ്രായമുള്ള പിള്ളേരെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോയത് വളരെ മോശമായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ ജനങ്ങളുടെ പ്രതികരണം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരുപാട് പേര് കമൻ്റ് ഇട്ടതും അതുപോലെ തന്നെ ഓരോ ഓൺലൈൻ ചാനലുകളൊക്കെ അതിനെതിരെ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. തെറ്റായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മാത്രം പ്രായം ഉള്ള ആ കുട്ടികൾ ചെയ്ത ആ ഒരു കാര്യത്തെ, അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പള്ളി, നമുക്കറിയാം ഈ മറ്റ് എല്ലാ മതങ്ങളും പോലെ അല്ല ക്രിസ്ത്യൻ മതം. ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നത് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് ക്രിസ്ത്യൻ മതം, അല്ലേ? ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് ക്രിസ്ത്യൻ മതം. ആ ക്രിസ്ത്യൻ മതത്തിൽ ഈ ക്ഷമയില്ലാത്തൊരവസ്ഥ എങ്ങനെ വന്നെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. സത്യസന്ധമായിട്ട് പറയാമല്ലോ. അതും ഈ പറയുന്ന ഇപ്പം നോയമ്പ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു തെറ്റായ ഒരു പ്രവണത. നമുക്കറിയാം, കർത്താവിനെ കുരിശേ കയറ്റിയിട്ട് ആ കുരിശേ കയറ്റിയവരോട് ക്ഷമിച്ച ആളാണ് കർത്താവ്. എനിക്ക് മനസ്സിലാകാത്തതെന്ന് പറഞ്ഞാൽ പള്ളി വികാരി എന്ന് പറയുന്ന ആളറിയാതെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ ഇത്തരം പ്രതികളെ പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. പോലീസുകാരെയും അല്ലെങ്കിൽ ഈ പറയുന്ന നിയമം നടപ്പാക്കുന്നവരെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം ആ ഇടവക വികാരി അറിയാതെ ഒരിക്കലും ഇതൊരു പോലീസ് കേസാകില്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തില്ല. നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ മതങ്ങളെയും പോലെ അല്ല ക്രിസ്തുമതം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ക്രിസ്തുമതം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഇത് ഞാൻ ബൈബിളിൽ കേട്ടതാണ്, അല്ലേ? എനിക്ക് നേരിട്ടുള്ള അറിവൊന്നുമില്ല. ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളുമല്ല. അപ്പം അത്തരം ഒരു എന്താ പറയുക, ക്ഷമയാണ് ഇതിൻ്റെ ബ്രാൻഡ് നെയിം. ക്ഷമയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള സാധനം, അല്ലേ? ക്ഷമയാണ് മെയിൻ. എന്നിട്ട് 18 വയസ്സ് മാത്രം പ്രായമുള്ള 3 കുട്ടികളോട് ക്ഷമിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്ത് ക്ഷമയാണ്? എനിക്കത് ചോദിക്കാനുള്ളത് അതാണ്. ഞാൻ പറയുന്നത് നിയമപാലകരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റുള്ള ഉദ്യോഗസ്ഥരെയോ ഒന്നും ഞാൻ പറയാറില്ല. ഞാൻ പറയത്തുമില്ല. നിയമത്തെയോ കോടതിയെയോ ഒന്നും വെല്ലുവിളിക്കുന്നില്ല. ഞാൻ പറയുന്നത് നിയമത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവരെടുത്ത നിയമ നടപടി അത് അവരുടെ ജോലിയാണ്. അവർ മേടിക്കുന്ന ശമ്പളത്തിനുള്ള ഉത്തരവാദിത്തമാണ് അവർ ചെയ്തത്. അവർ കുറ്റം ഞാൻ പറയില്ല. പക്ഷേ ആ പോലീസ് സ്റ്റേഷൻ വരെ ഈ ഒരു കാര്യം എത്തിയപ്പോൾ, ആ പ്രതികളെ പിടിച്ചപ്പോൾ, എന്തുകൊണ്ട് ആ പള്ളിയിലെ വികാരിയച്ഛനും അതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസികളും അവരോടൊന്നും ക്ഷമിക്കാൻ തയ്യാറായില്ല? പാപികളെ തേടി വന്ന യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് 100,000 ധ്യാനകേന്ദ്രങ്ങളിലും പള്ളികളിലും മണിക്കൂറുകൾ ഇടവിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാപികളെ തേടി വന്ന് പാപികളോട് ക്ഷമിച്ചു, പാവനിയായ സ്ത്രീയോട് ക്ഷമിച്ചു, അല്ലേ? കുരിശേ കയറ്റിയവരോട് ക്ഷമിച്ചു എന്നൊക്കെ പറയുന്ന ഈ വിശ്വാസികൾ 24 മണിക്കൂറും, പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലഘട്ടത്തിൽ 24 മണിക്കൂറും ഈ പള്ളിയും പ്രാർത്ഥനയുമായിട്ട് നടന്നിട്ട് 18 വയസ്സ് മാത്രം പ്രായമുള്ള 3 ചെറുപ്പക്കാരായിട്ടുള്ള കൊച്ചു പിള്ളേരോട് ക്ഷമിക്കാൻ കഴിവില്ല. പിന്നെ ഇവരൊക്കെ എന്ത് ക്രിസ്ത്യാനികളാണ്? കൈവലം കിട്ടേണ്ട അവർ പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാളെ ഒരു പക്ഷേ അവർ ഈ പറയുന്ന കൊടും ക്രിമിനലൊന്നും ആയിരിക്കത്തില്ല. എനിക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. നമ്മളുമൊക്കെ ഈ ചെറുപ്രായത്തിൽ ഓരോ കുസൃതിയും പൊട്ടത്തരങ്ങളും ഇതൊക്കെ കാണിച്ചു വന്നതാണ് നമ്മുടെ അറിവില്ലാത്ത പ്രായത്തിൽ. ആ സമയത്തൊക്കെ നമുക്കെതിരെ പരാതി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ കയ്യിലും വിലങ്ങ് വെച്ചേനും. പക്ഷേ അന്നൊക്കെ വിവേകവും വിവരവും ഉള്ളവർ ക്ഷമിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നല്ലൊരു കുടുംബ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു ജീവിത മാർഗ്ഗത്തിലേക്ക് നമ്മൾ എത്തിയത്. അന്ന് ക്ഷമിക്കാനും വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഉള്ള കഴിവുണ്ടായിരുന്ന തലമുറ, അല്ലെ ആ ഒരു തലമുറയുടെ കഴിവാണ്. പക്ഷേ ഇന്നത്തെ തലമുറ ഇത്ര അധപ്പതിക്കാൻ, ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലുള്ള ആളുകളെ ഇത്ര അധപ്പതിക്കാനുള്ള കാരണം എന്താണ്? ആ 3 കുട്ടികൾക്ക് കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തണമെങ്കിൽ അത് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന, കർത്താവിനെ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുടെ വിവരമില്ലായ്മയെന്ന് ഞാൻ പറയും. അത് ഈ നോയമ്പ് സമയത്ത് 3 പിള്ളേരാണ്, അല്ലെ അവരെ പ്രതികളെ പിടിച്ച സ്ഥിതിക്ക് അവരോട് ക്ഷമിച്ചിട്ട് വിടാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളത്. അവരാരെയും കൊന്നിട്ടില്ല, ഒന്നും കാട്ടിട്ടില്ല. ഒരുപക്ഷെ ആ സെമിത്തേരിയിൽ വന്നിട്ട് അവർ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ റീൽസ് ചെയ്ത്, അത് അവരുടെ വിവരമില്ലായ്മ, അവരുടെ പ്രായത്തിൻ്റെ വിവരമില്ലായ്മയാണ്. അവരാരുടെയും കഴുത്തിൽ കൊടുവാൾ വെച്ചിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല, മറ്റു അക്രമവാസനയൊന്നുമില്ല. അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഇത്തരത്തിലുള്ള പിള്ളേരുടെ പ്രായത്തിനനുസരിച്ച് അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതിന് അവരുടെ ഭാവി തൊലയുന്ന തരത്തിൽ, അതുങ്ങളുടെ ജീവിതം പോകുന്ന തരത്തിൽ ആ പിള്ളേർക്കും പോലും അറിയില്ല അവർ ചെയ്തത് എന്താണെന്നോ, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന കൈവിലങ്ങ് വെച്ചിട്ട് പോയാൽ ഉണ്ടാകുന്ന അവരുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നുള്ള സീരിയസ്നെസ് പോലും ഇല്ല. അതുങ്ങൾ ചിരിച്ചുകൊണ്ടാണ് ആ കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയാം, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഒരിക്കലും മുതിർന്നവർക്ക് അല്ലെങ്കിൽ ബോധമുള്ളവർക്ക് മനസ്സിലാവും ആ കുഞ്ഞുങ്ങളുടെ ഭാവി പോയത്. മനുഷ്യനെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നടത്താനാണ് സത്യം പറഞ്ഞ എല്ലാ മതങ്ങളും ശ്രമിക്കേണ്ടത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മതം ക്രിസ്തു മതമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ പാപികളെ തേടി വന്നവനെന്നാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ പേരിൽ കുറേ കാശും പിടിക്കുന്നുണ്ടോ? ആരും പറയില്ല. പാപികളുടെ പേരിലെന്ന് പറഞ്ഞ് വന്നിട്ട് ഈ പറയുന്ന ക്രിസ്തുവിൻ്റെ പേരിൽ കുറേ കാശും പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്ന മുഴുവൻ ക്രിസ്തു പാപികളെ തിരക്കി വന്നെന്നും പാപികൾക്ക് വേണ്ടി മരണപ്പെട്ടു എന്നാണ്. പക്ഷേ ഒരു പാപി പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ആ പാപിയോട് ക്ഷമിക്കാനുള്ള കഴിവില്ല. ഇത് എന്തൊരു നാണം കെട്ട ഒരു അവസ്ഥയാണിത് സത്യം പറഞ്ഞാൽ. ആ 3 പിള്ളേർ, 18 വയസ്സ് മാത്രം പ്രായം തികയുന്ന പിള്ളേർ കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോയിട്ട് ഇവർക്ക് ഒരു ഉളുപ്പുമില്ലേ?
ഇവർക്ക് അല്ലെങ്കിൽ ഒരു കുറ്റബോധമില്ലേ? ആമാര് തെറ്റായ മാർഗ്ഗത്തിലൂടെ സഞ്ചരിച്ചെങ്കിൽ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവിന് കഴിവില്ലേ? അല്ലെങ്കിൽ വിശ്വാസികൾക്ക് കഴിവില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിവിടുന്നതാണോ ശരി? അറ്റ്ലീസ്റ്റും 18 വയസ്സുള്ള കുട്ടികളോട് പോലും ക്ഷമിക്കാൻ കഴിവില്ലാത്ത എന്ത് വിശ്വാസമാണ് ഈ പറയുന്ന എല്ലാവരുടെയും മനസ്സിലുള്ളത്? ആ പള്ളിയിൽ വികാരി അച്ഛനോട് കൂടി ഞാൻ ചോദിക്കുന്നത്. 18 വയസ്സ് മാത്രം പ്രായം തികയുന്ന കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ എന്ത് വിഷമിച്ചിട്ടുണ്ടാവും? അല്ലെങ്കിൽ ആ നാട്ടിൽ ആ പിള്ളേരെ അറിയാവുന്ന അവരുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾ അല്ലേ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും? അവരുടെ വിവരമില്ലായ്മ അവർ ചെയ്തതെന്ന് കരുതിയിട്ട് അല്ലേ? മാതൃകയാകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ വൈദികൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരുപക്ഷെ ക്ഷമിക്കാൻ തയ്യാറായി. വിശ്വാസികളായിട്ടുള്ളവരുടെയൊക്കെ പറയാണ് ആ കുട്ടികളുടെ ജീവിതം പോകും, ക്ഷമിക്കുക. അവർ ചെയ്ത കർത്താവ് പറഞ്ഞത് എത്ര? 7000 പ്രാവശ്യം 700 പ്രാവശ്യമാണ് എത്രയോ ക്ഷമിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ജീവിതകാലം മുഴുക്കെ ശ്രമിക്കാൻ പറഞ്ഞവനാണ് കർത്താവ്. ഒരു തവണയെങ്കിലും ക്ഷമിച്ചിട്ട് അവരെ വിട്ടിട്ട് പിന്നെ എന്തെങ്കിലും അക്രമം കാണിച്ചിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയാലും പറയാമായിരുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികൾ എവിടെയാണ് അക്രമം ഇല്ലാത്തത്? അല്ലെങ്കിൽ എവിടെയാണ് കുട്ടികൾ തോന്നിയ ദിവസം കാണിക്കാത്തത്? ഇന്നത്തെ തലമുറ മുഴുവൻ മാർക്കോയും KGF പോലുള്ള സിനിമകൾ കണ്ടിട്ട് കടാരമായിട്ട് നടക്കുന്ന തലമുറ അല്ലേ? അവരുടെ കയ്യിൽ നിന്ന് കടാരം മേടിച്ച് വെച്ച് നല്ലൊരു മാർഗ്ഗം പറഞ്ഞു കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് പകരം അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർ തന്നെ അല്ലെങ്കിൽ നല്ല മാർഗ്ഗം പറഞ്ഞു കൊടുക്കേണ്ടവർ തന്നെ ഇത്തരം തോന്നിവാസങ്ങൾ കാണിച്ച് അവരെ കൈവിലങ്ങ് വെപ്പിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിവിടുമ്പോൾ അവരുടെ ഭാവി പിന്നെ ആരാ നോക്കുന്നത്? ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത്? മൈക്കെടുത്ത് വെച്ച് നമ്മൾ ഈ പറയുന്ന വെഞ്ചരിക്കുന്ന വെള്ളവും മറ്റേ കുറേ കുന്തിരിക്കവും കത്തിച്ച് പിടിച്ചുകൊണ്ട് ആൾക്കാരെ കയറി നിന്ന് ഘോരം പ്രസംഗിക്കുന്നതല്ലാതെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ തെറ്റിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ശ്രമിച്ച കാലഘട്ടം കൊണ്ട് അങ്ങനെ ശ്രമിച്ചിരുന്ന തലമുറ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഞങ്ങൾ. ദൈവത്തെ കണ്ടല്ല ഞങ്ങൾ വളർന്നത്, ദൈവം ഉണ്ടെന്ന് പറയുന്ന മനുഷ്യരെ കണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ എന്താ പറയുക സ്വഭാവത്തിലുണ്ടാകുന്ന ഒരുപാട് മൂല്യമുള്ള ഒരുപാട് സവിശേഷതകൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇന്നത്തെ അധ്യാപകരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വൈദികന്മാർക്ക് പോലും താല്പര്യമില്ല. അവരെ നേരെ തെറ്റിൻ്റെ വഴിയിലേക്ക് തള്ളിവിടുകയാണ്. ക്ഷമിക്കാനുള്ള ഒരു കഴിവില്ല. വൈദികന്മാർക്ക് പോലും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. 18 വയസ്സ് മാത്രം പ്രായമുള്ള 3 എന്താ പറയുക കുട്ടികളെ കൈവിലങ്ങ് വെച്ച് ജയിലിലേക്ക് അയക്കുന്ന ഒരു അവസ്ഥ വന്നത്. പോലീസുകാരെ ഞാൻ കുറ്റം പറയില്ല, നിയമത്തെ കുറ്റം പറയില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്തു. വാങ്ങിക്കുന്ന ശമ്പളത്തിനുള്ള ഡ്യൂട്ടി അവരുടെ ജോലിയാണ് അവർ ചെയ്തത്. നിയമം നടപ്പാക്കി, അതിനവരെ തെറ്റ് പറയില്ല. പക്ഷേ ആ ഇടവകക്കാർക്കും വൈദികനും അവരോട് ആ കുട്ടികളോട് ക്ഷമിക്കാമായിരുന്നു. നിയമം അവരോട് ശക്തമായിട്ട് പറയാണ് കൈവിലങ്ങ് വെക്കണ്ട, അവർക്കെതിരെ കേസെടുക്കണ്ട, ഇത്തവണത്തേക്ക് ക്ഷമിച്ച് വിടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ക്ഷമിച്ചേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ആ കുട്ടികൾ റിമാൻഡിൽ പോകത്തില്ലായിരുന്നു. അങ്ങനെ ആ റിമാൻഡിൽ പോയില്ലായിരുന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അവൻ പശ്ചാത്തപിക്കുമായിരുന്നു. ഒരുപക്ഷെ അവൻ ഇനി അത് ചെയ്യത്തില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, വേറൊരു കാര്യം കൂടെ പറയാം. ഈ റിമാൻഡിൽ പോകുന്ന പ്രതികൾ അല്ലെങ്കിൽ റിമാൻഡിൽ പോകുന്ന കുട്ടികളൊക്കെ തിരിച്ചു വരുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? അവിടെ കിടക്കുന്നതെല്ലാം വിശുദ്ധന്മാരല്ല, പല തെറ്റുകൾ ചെയ്തിട്ട് കിടക്കുന്ന ആളുകളാണ്. അവരുടെ അടുത്തേക്ക് ഈ 18 വയസ്സുള്ള കുട്ടികൾ ചെന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? പിന്നെ അതിലും വലിയ ക്രൈമായിട്ടുള്ള ലോകത്തിലേക്കാണ് അവർ ചെല്ലുന്നത്. പല ഉപദേശങ്ങൾ 14 ദിവസം റിമാൻഡ് ആണെങ്കിൽ ആ 14 ദിവസവും ഈ പറയുന്ന ആളുകളുടെ ഉപദേശമായിരിക്കും ആ കുട്ടികൾക്ക് കിട്ടുന്നത്. പിന്നെ ആ കുട്ടികൾ മര്യാദക്ക് തിരിച്ചിറങ്ങി വരുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ സമൂഹത്തിൽ വലിയ ക്രിമിനൽസിനെ സൃഷ്ടിക്കാനുള്ള ഏറ്റവും വലിയ ഒരു വഴിയാണ് ഈ പറയുന്ന വിശ്വാസികളും ഈ പറയുന്ന ആട്ടിടയനും ഒക്കെ കൂടി തെളിച്ചു കൊടുത്തിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇനി വിശ്വാസം എന്ന് പറഞ്ഞ് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പോയി കുമ്പിടരുത്. എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. ആ വൈദികൻ ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഇനി വിശ്വാസമാണ് അല്ലെങ്കിൽ നന്മയുടെ വഴിയെ പോകണമെന്ന് മറ്റുള്ളവരോട് പറയാതെ നിങ്ങളുടെ ഇപ്പം ഈ കാണിച്ച ഈ ക്രൂരതയ്ക്ക് കുറ്റബോധത്തോടെ നിങ്ങൾ പോയിട്ട് ഒരുപക്ഷെ കുമ്പിട്ട് പ്രാർത്ഥിക്കും. തെറ്റായിപ്പോയി കാണിച്ചത്, വളരെ 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 തെറ്റായിപ്പോയി. ആ കുട്ടികളുടെ ഭാവി പോയി 3 പേരുടെ.